ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുകയാണല്ലേ. അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ സഹകരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ടാലും ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇപ്പോൾ ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇസ്രയേലിനുള്ള ദോഷം എന്താണ്? ഇസ്രയേൽ എന്തുകൊണ്ട് ഭയക്കുന്നു? അപ്പോൾ ഇസ്രയേൽ ഓൾറെഡി ഒരു ആണവശക്തിയാണ്. അവർക്ക് ഏതാണ്ട് 90 വാർ ഹെഡ്സ് ഉണ്ട്. അതായത് ന്യൂക്ലിയർ അല്ലെങ്കിൽ തെർമോ ന്യൂക്ലിയർ സിസ്റ്റം ഉപയോഗിച്ചുള്ള മിസൈൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വാർ ഹെഡ് എന്ന് പറയുക, റോക്കറ്റ്സ്. അപ്പോൾ അവർക്ക് ഏതാണ്ട് 90 വാർ ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ഇറാൻ കൂടി ഒരു ആണവശക്തി ആകുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ആയുധങ്ങൾ അവർ സ്വായത്തമാക്കും, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. കാര്യം യുറേനിയം മൈൻ ചെയ്ത് അല്ലെങ്കിൽ മറ്റു മാർഗത്തിലൂടെ ലഭിക്കുന്നത് U-238 ആണ്. അത് അതേപോലെ ഒരാവശ്യത്തിനും പീസ്ഫുൾ പേർപ്പസിനായാലും മറ്റേ ഇതുപോലെയുള്ള വെപ്പൺസിനായാലും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ സമ്പുഷ്ടീകരിക്കണം. പറഞ്ഞാൽ U-235 ആക്കണം. ഐസോട്ടോപ്പൊക്കെ പഠിച്ചവർക്കറിയാം. അപ്പോൾ ഈ ചെറിയ രാജ്യത്ത് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ യുറേനിയം ഒരുപക്ഷെ U-238 ഇറാന് ലഭിക്കുകയും അങ്ങനെ കൂടുതൽ U-235 അവർക്ക് കൂടുതൽ പീസ്ഫുൾ പേർപ്പസിനെന്നുള്ള ലെവലൊക്കെ വിട്ട് അവർക്ക് കൂടുതൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുകയും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രയേലിനൊരു ഭീഷണിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇസ്രയേൽ അവരുടെ ന്യൂക്ലിയർ പദ്ധതിയെ തകിടം മറിക്കുക. അതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം ഇസ്രയേലിന് സാധിക്കുമെന്നുള്ളത് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നു. കാരണം ഇസ്രയേൽ വിചാരിച്ചതുപോലെ ഒരു ചെറിയ ശക്തിയല്ല ഇറാൻ. ഇസ്രയേലിന് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് അത് പീസ്ഫുൾ പേർപ്പസിനാണെങ്കിലും എന്തിനാണെങ്കിലും അതിന് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്ത ഒരു രാജ്യമാണ് അമേരിക്ക. ഒബാമ പ്രസിഡൻ്റായിരുന്നപ്പോൾ പൂർണ്ണ സഹകരണം നൽകിയ ഒരു രാജ്യമാണ് എന്നുകൂടി ഓർക്കുക. ലോകത്തെവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ വാർ ഹെഡ്സ് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇറാൻ 1968 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 68 ഇങ്ങനെ ഒരു ട്രീറ്റി NPT നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി നിലവിൽ വരുന്നത്. നിലവിൽ വന്നില്ല, ഇങ്ങനെ ഇതിൽ ഇറ്റ് വാസ് ഓപ്പൺ ഫോർ സിഗ്നേച്ചർ. അത് 1970 നിലവിൽ വരുന്നത്. അപ്പോൾ അതിൽ പല രാജ്യങ്ങളും ഒപ്പുവെച്ചു. അതിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ എന്താണ് ഈ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി? നമുക്കറിയാം, ഉടമ്പടിയാണ്. അപ്പോൾ നോൺ പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യാപനം, ന്യൂക്ലിയർ വെപ്പൺസ് വ്യാപനം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായ രീതിയിൽ എന്താ പറയുക, ഒരു ഡിസാമമെൻറ്റ്, നിരായുധീകരണം. അപ്പോൾ അതുവരെ ഉള്ളവരുടെ കയ്യിലെല്ലാം, ഉള്ള രാജ്യങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്. പക്ഷേ മറ്റു പല രാജ്യങ്ങളും ഈ NPT നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി, അതായത് പീസ്ഫുൾ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലുള്ള വാർ ഹെഡ്, ഇതുപോലുള്ള ന്യൂക്ലിയർ അല്ലെങ്കിൽ തെർമോ ന്യൂക്ലിയർ വെപ്പൺസ്, അല്ലെങ്കിൽ റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽസ് പോലെയുള്ളതൊന്നും ഉണ്ടാക്കുവാനായിട്ട്
ഈ ടെക്നോളജി സിസ്റ്റം ഉപയോഗിക്കില്ല എന്നുള്ള ഒരു കരാറാണ്, ഒരു ട്രീറ്റി. അതിൽ ഇറാൻ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇറാന് ഒരു പരിധിവരെ മാത്രമേ ഈ യുറേനിയം ഉപയോഗിക്കുവാനും അതുപോലെ യൂസ്ഫുൾ പേർപ്പസിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ആ പരിധിയൊക്കെ ലംഘിച്ച് 3.6 അല്ലെങ്കിൽ 3.9 എന്നുള്ള ആ ലിമിറ്റിൽ നിന്നും അവർ 19%ലേക്കും പിന്നെ അത് 60%ലോ മറ്റോ ആയി നിൽക്കുകയാണ് ഇപ്പോൾ ഇറാൻ്റെ കൈവശമുള്ള ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം U-235. അപ്പോൾ അവർക്കൊരു 99 ഓൾമോസ്റ്റ് 100% ആകാൻ ഇനി വലിയ സമയമൊന്നും വേണ്ട. എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കുവാനായിട്ട് ഇനി വലിയ സമയം അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നമ്പറിലുള്ള ലെവലിലേക്ക് അവർക്ക് ഉയരുവാൻ വലിയ കാലതാമസമൊന്നും വേണ്ട. അത് ഭയങ്കരമായിട്ട് ഇസ്രയേൽ ഭയക്കുന്നു. അതുകൊണ്ടാണ് തിരഞ്ഞുപിടിച്ച് അവരുടെ ന്യൂക്ലിയർ പ്ലാന്റും ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററും അവരുടെ സയൻറ്റിസ്റ്റിനെയും അവരുടെ മിലിറ്ററി ഹെഡിനെയൊക്കെ വധിക്കുവാനായിട്ട് ഇസ്രയേൽ തയ്യാറായത്. വധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് ആ പ്രോഗ്രാം മുന്നോട്ട് പോകരുതെന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഈ ന്യൂക്ലിയർ വെപ്പൺസ്? ഇത് എല്ലാവരും യൂസ്ഫുൾ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ പോലെ ഇതിനോടകം തന്നെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി കൈവരിച്ചിട്ടുള്ള സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ വാഹഡ് ഉള്ളത്. അതായത് 4309 വാഹഡാണ്. അതിൻ്റെ താഴെ വരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ 3700 അപ്പോൾ എന്തുകൊണ്ട് റഷ്യക്ക് ഇത് സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യ നമുക്കറിയാം മുന്നേ USSR ആയിരുന്നു, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരുന്നു. അതിൽ കസാഖ്സ്ഥാനൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു, ഒരു റിപ്പബ്ലിക്കായിരുന്നു. അപ്പോൾ യുറേനിയം ലഭിക്കുന്നതിൽ ഏതാണ്ട് 2ാം സ്ഥാനത്ത്, മെയിൻ ചെയ്യുന്നതിൽ 2ാം സ്ഥാനത്തുള്ള സ്ഥലമാണ് ഈ കസാഖ്സ്ഥാൻ. അന്ന് അവരുടെ റിപ്പബ്ലിക്കായിരുന്നു, ഇന്ന് സ്വതന്ത്ര രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്, 3ാം സ്ഥാനം കാനഡയാണ്. അപ്പോൾ ഈ കസാഖ്സ്ഥാൻ ഏതാണ്ട് വേൾഡിലുള്ള മൊത്തം യുറേനിയത്തിൻ്റെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 14% കസാഖ്സ്ഥാനാണ്. അതുകൊണ്ട് റഷ്യക്ക് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ 8000-ൽ പരം ന്യൂക്ലിയർ വാഹഡ്സ് ഉണ്ടായിരുന്നു. അത് കുറയ്ക്കുകയാണ് ഈ അഗ്രിമെൻറ്റിലൂടെ, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി NPT-യിലൂടെ അത് കുറച്ച് 4309 എണ്ണം ഇപ്പോൾ അവരുടെ വശമുണ്ടെന്നാണ് പറയുന്നത്. അതിലേക്ക് വരികയാണ്. അമേരിക്കയും അതുപോലെ ഒരുപാട് കുറച്ച് 6000-ൽ നിന്ന് 3700-ലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചൈനയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കണക്ക് പ്രകാരം 600 വാർഹെഡ്സാണ്. പിന്നെ ഫ്രാൻസിൻ്റെ കയ്യിൽ ഒരു 290 കാണണം. അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ 170 എണ്ണമുണ്ട്. നമ്മൾ പാകിസ്ഥാനേക്കാളും കുറച്ച് മാത്രമേ വാർഹെഡ് നമുക്കുള്ളായിരുന്നു, 160 മറ്റോ. പക്ഷേ ഇപ്പം നമ്മൾ പാകിസ്ഥാൻ്റെ മുന്നിലുണ്ട്. നമ്മളിപ്പോൾ ഒരു ഏറ്റുമുട്ടൽ നടന്നല്ലോ, അതിനുശേഷം നമ്മുടെ വാർഹെഡ് 180 ഉയർത്തിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാനേക്കാളും 10 വാർഹെഡൂടെ ഇപ്പോൾ ഇന്ത്യക്ക് കൂടുതലാണ്. ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാളും കൂടുതൽ. പാകിസ്ഥാനായി യുറേനിയം എന്നൊക്കെ പറയുന്ന വേറെ രാജ്യത്തു നിന്നും വേറെ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അതിനേക്കാളും കൂടുതൽ സ്രോതസ് ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഇന്ത്യ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്രയേലിൻ്റെ കയ്യിൽ 90 വാർഹെഡാണ് കണക്ക് പ്രകാരമുള്ളത്. ഈ വട്ടൻ രാജ്യമായിട്ടുള്ള വട്ടൻ്റെ സ്ഥലത്ത് പോലും, ഏത് വട്ടൻ, നോർത്ത് കൊറിയയ്ക്ക് പോലും ഉണ്ട് 50 എണ്ണം. അപ്പോൾ ഇവരുടെയൊക്കെ കയ്യിൽ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഒരു മൊത്തത്തിലുള്ള ഒരു നിരായുധീകരണം, ഒരു ഡിസാമമെൻ്റാണ് വേണ്ടത്. ഇനിയുള്ള രാജ്യങ്ങളെല്ലാം ഇത് ഇപ്പോൾ മുന്നേ കൈവരിച്ച ന്യൂക്ലിയർ കേപ്പബിലിറ്റി കൈവരിച്ചിട്ടുള്ള രാജ്യങ്ങളായാലും അവരെല്ലാം അത് വളരെ കുറച്ച് കൊണ്ടുവരിക, പീസ്ഫുൾ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ആരും ഇനി ഈ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകണ്ട. ഉള്ളവർക്ക് തന്നെ റെസ്ട്രിക്ഷൻസൊക്കെ ഏർപ്പെടുത്തുക. പക്ഷെ ആരേർപ്പെടുത്തും? ഇവിടെ UN ഒന്നും യാതൊരു വിലയുമില്ല. UN-ൻ്റെ ഒരു അറ്റോമിക് എനർജി ഏജൻസി ഉണ്ട്, അവരാണ് ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നത്. അവരെയൊന്നും ഈ വലിയേട്ടന്മാരൊന്നും വകവയ്ക്കത്തില്ല. റഷ്യയും അമേരിക്കയും ഒന്നും വകവയ്ക്കത്തില്ല.
അപ്പോൾ ഇതാര് കുറയ്ക്കും, ആര് മുൻകൈ എടുക്കും? ഒരു പൂർണ്ണമായൊരു ഡിസാമമെൻ്റ് ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ ഡിസാമമെൻ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ സ്പ്രെഡ് മാക്സിമം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ട്രീറ്റി നിലവിൽ വന്നത് എന്നോർക്കുക. അതിൽ ഒപ്പുവെച്ച ഒരു രാജ്യമാണ് ഇറാൻ. ഇറാൻ ഈ ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇറാൻ മാത്രമല്ല പല രാജ്യങ്ങളും ഇതുപോലെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഉതകുന്നതല്ല, ഭീഷണി തന്നെയാണ്. അപ്പോൾ ഇറാൻ ഇവിടെ ചെയ്യേണ്ടത്, ഇറാൻ ഈ ട്രീറ്റിയിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുന്നതിന് പകരം ഈ പ്രോഗ്രാമൊക്കെ ഉപേക്ഷിച്ച് പീസ്ഫുൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി, മറ്റ് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളിലും അതിലേക്ക് വരണം. പിന്നെ മറ്റു പല രാജ്യങ്ങളും അവർക്ക് ഇത് അവരുടെ കൺട്രോളിൽ നിർത്താനും അനാവശ്യമായിട്ട് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്താനും കഴിയുന്ന രാജ്യങ്ങളാണ്. റഷ്യ, ഉക്രൈൻ, ഇത്രയും പ്രശ്നമുണ്ടായിട്ടും റഷ്യക്ക് നിമിഷ നേരം കൊണ്ട് ഉക്രൈനെ ഇല്ലാതാക്കാൻ കഴിയും. പക്ഷേ റഷ്യ ആ രീതിയിലേക്കൊന്നും നീങ്ങുന്നില്ല. അപ്പോൾ റഷ്യ ഒരു ഉത്തരവാദപ്പെട്ട രാജ്യമാണ്. അപ്പോൾ പണ്ട് അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ളതേ ഉള്ളൂ. രണ്ടാം ലോക മഹായുദ്ധത്തിലല്ലേ ഹിരോഷിമയിലും നാഗസാക്കിയിലും. അതിനുശേഷം ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചതായിട്ട് ചരിത്രത്തിലില്ല, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ആരും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ ഇറാൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റ് അവസാനിക്കട്ടെ. ഇതൊരു ഫുൾ ഫ്ലഡ്ജഡ് ഒരു വലിയ വാറിലേക്ക് നീങ്ങാതിരിക്കട്ടെ. ഇത് ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും അമേരിക്കയും ഒക്കെ മുന്നേറ്റം തുടങ്ങിയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇറാൻ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഹോർമുസ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്, ഹോർമുസ് സ്ട്രൈറ്റ് അവർ തകർക്കും. ഹോർമുസ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫാണ്. അത് ഇറാൻ്റെ കൺട്രോളിലുള്ളതാണ്. അതിലൂടെയാണ് കപ്പലുകളുടെ ഭൂരിഭാഗവും കപ്പലുകൾ കടന്നു പോകുന്നത്. അപ്പോൾ കപ്പലുകൾ കടന്നു പോയില്ലെങ്കിൽ നമുക്കറിയാം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ക്രൂഡ് ഓയിലും മറ്റ് സാധനങ്ങളൊന്നും എത്തില്ല. ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ 90% കടൽ മാർഗമാണ്. അപ്പോൾ ഈ സ്ട്രൈറ്റ് വഴി കടന്നു പോകാനായിട്ട് അനുവദിക്കുകയില്ല. ഇവിടെ പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ജനത അത് കഷ്ടപ്പെടും. സാധനങ്ങൾ കിട്ടാതാകും. ഉള്ളതിന് ഭയങ്കര വിലക്കയറ്റം, മറ്റ് ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കേണ്ട അവസ്ഥ ലോകമെമ്പാടും ഉണ്ടാകും. അങ്ങനെയൊന്നും ഉണ്ടാകാതെ എത്രയും വേഗം ഇത് എസ്കലേറ്റ് ചെയ്യാതെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാറിലേക്ക് നീങ്ങാതെ ഇത് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.